വൈകുന്നേരം 5:30 കോളേജൊക്കെ വിട്ടു. ഇപ്പോൾ ഞാനും മക്കളും കൂടി വെറുതെ ഈ നമ്മുടെ ഗ്രാമത്തിൽ കൂടിയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമത്തിനുള്ളിലെ കാഴ്ചകളും അവിടുത്തെ ആൾക്കാരുടെ വൈകുന്നേരം അവരെങ്ങനെ സമയം ചിലവഴിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. മിക്കവാറും കാണുന്ന ഒരു കാഴ്ചയാട്ടോ ഇത്. ഇവരിങ്ങനെ കസാരയൊക്കെ ഇട്ട് വീടിൻ്റെ പുറത്ത് വൈകുന്നേരം ഈ ഇരിപ്പ് വർത്തമാനമൊക്കെ പറഞ്ഞ് രാത്രി ചിലപ്പോൾ 8 മണി വരെയൊക്കെ നീണ്ടുപോകും. അലക്കുകല്ല് തയ്യാറാക്കിയേക്കുന്നുണ്ടോ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ സൈഡിൽ തന്നെ. ഈ ഒരു ഏരിയയിൽ മിക്കവാറും എല്ലാ വീട്ടിലും തന്നെ ഇങ്ങനെയാണ് അലക്കുകല്ലുള്ളത്, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. നമ്മൾ നാട്ടിലൊക്കെ വീടിൻ്റെ ബാക്കിലാണ് കല്ലുണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ നോക്കിയിട്ട് മിക്കവാറും ഇവിടെ തമിഴ്നാട്ടിൽ മൊത്തം ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ ഈ ഒരു ഏരിയയിൽ മൊത്തം ഇതിപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. മെയിൻ റോഡിൻ്റെ 2 സൈഡിലും ചെറിയ ചെറിയ ഇതേപോലെ കട്ടുകളുണ്ട്, അതായത് ടാറിട്ട ചെറിയ റോഡുകൾ. അതിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ഗ്രാമത്തിൽ ഇവരുടെ വീടുകളുള്ളത്. ഇവർ താമസിക്കുമ്പം ഒന്നിച്ച് ഇതേപോലെ ഒട്ടി അടുപ്പിച്ചടുപ്പിച്ച് വീട് വെച്ചിട്ടാണ് താമസിക്കുക. കൃഷിയിടങ്ങൾ തനിയെ ഉണ്ടാവും. കൃഷിയിടം കുറച്ച് ദൂരെയായിട്ട് എല്ലാവരുടെയും കൃഷിയിടങ്ങൾ ഒന്നിച്ചുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് സ്ഥലത്ത് ഒരു വീട് അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെ കാണാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ കൃഷിയിടങ്ങളിൽ അവർ വീട് വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. വൈകുന്നേരം കണ്ടോ ഇതേപോലെ തൂത്ത് തുടച്ച് ചാണകവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മെഴുകി അവിടെ കോലം വരയ്ക്കും. ഇപ്പം ഈ അമ്മ അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാന്ന് തോന്നുന്നു. ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന വീടാട്ടോ. ഇത് ലൈൻ മുറിയായത് 3 വീടുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മുടെ നാട്ടിലൊക്കെ 3 റൂമുള്ള വീട് എന്ന് പറയുമ്പോൾ 3 ബെഡ്റൂം ആയിരിക്കും മെയിനായിട്ട് ഉദ്ദേശിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. 3 റൂമുള്ള വീട് എന്ന് പറയുമ്പോൾ ആ 3 റൂമിൽ അടുക്കളയും പെടും, ബെഡ്റൂം ഉണ്ടാവും, ഒരു ബെഡ്റൂം, പിന്നെ സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് ഒരു 3 റൂമിൻ്റെ കണക്ക് പറയാം. ഇത് കണ്ടോ മെയിൻ ഗേറ്റ്, അത് വലിയൊരു കോമ്പൗണ്ട്. ഇതിൻ്റെ ഉള്ളൊരു 5-6 വീടുണ്ട് കേട്ടോ. ഇവിടെ മിക്കവാറും എല്ലാം അങ്ങനെ തന്നെയാണ്, വലിയൊരു കോമ്പൗണ്ട്. എന്നിട്ട് അതിന് മെയിൻ ഇതേപോലെ ഒരു ഡോർ ഉണ്ടാവും. ആ ഡോറ് തുറക്കുകയാണെങ്കിൽ ഒരു 3-4 വീടുണ്ടാവും അകത്ത്. അതിൽ ചിലപ്പം വാടകയ്ക്ക് കൊടുക്കുന്ന വീടുണ്ടാവും, ഓണർ താമസിക്കുന്നുണ്ടാവും, എല്ലാം കൂടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവരെല്ലാവരും കൂടി പുറത്തിറങ്ങിയിട്ട് ഒരു വീട് പോലെ തന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമാണ്. എന്താ പറയുക, അതിനെന്താ പറയുക എനിക്കറിയില്ല, യൂണിറ്റി. ഇതാണ് നമ്മുടെ ഗ്രാമത്തിലെ തുടക്കപ്പള്ളി. തുടക്കപ്പള്ളി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, അത് മലയാളം വാക്ക് തന്നെയാണ്. പള്ളിക്കൂടമാണിത്. നമ്മുടെ സ്കൂള്, അതായത് പ്രൈമറി സ്കൂളിൻ്റെ തമിഴ് വാക്കാണ് തുടക്കപ്പള്ളി. ഇതാണ് കേട്ടോ സ്കൂള്. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ മഞ്ഞ ചെറിയ ഒരു കെട്ടിടമില്ലേ, ബിൽഡിംഗ്, അതാണ് നമ്മുടെ റേഷൻ കട. നമ്മുടെ റേഷൻ കടയ്ക്ക് ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഈ ഗ്രാമത്തിൽ 2 റേഷൻ കടയുണ്ട്, ഒരു വലിയൊരു റേഷൻ കടയും ഒരു ചെറിയ റേഷൻ കടയും. ഈ റേഷൻ കട ആഴ്ചയിൽ എല്ലാ ദിവസവും ഇല്ല കേട്ടോ, ആഴ്ച 2 ദിവസം മാത്രമേ ഉള്ളൂ. പൊങ്കലിനും ദീപാവലിക്കും ഒക്കെ പുതിയ പുതിയ ഡ്രസ്സുകളും പാത്രങ്ങളും കിറ്റുകളും പൈസയും ഇതൊക്കെ നമുക്ക് ഈ റേഷൻ കട വഴി തന്നെയാണ് കിട്ടുന്നത്. കോയമ്പത്തൂർ ടൗണിൽ നിന്ന് എട്ടിമട ഗ്രാമത്തിലേക്കുള്ള ബസ്സാണ് കേട്ടോ ഇത്, A3. ഇവിടെ സിറ്റി ബസ്സിലും ടൗൺ ബസ്സിലും ഒക്കെ സ്ത്രീകൾക്ക് ഫുൾ ഫ്രീ ആണ് യാത്ര. അതായത് നമ്മൾ ബസ്സിൽ കയറി ഇരുന്നാൽ മതി, കണ്ടക്ടർ ടിക്കറ്റ് മുറിച്ചുകൊണ്ട് തരും. തമിഴിൽ സ്ത്രീകൾ എഴുതിയൊരു ടിക്കറ്റ് കൊണ്ട് തരും. അത് നമ്മൾ വാങ്ങിച്ചിട്ട് ചുമ്മാ ഇരുന്നാൽ മതി, പൈസ ഒന്നും കൊടുക്കണ്ട, ഫുൾ ഫ്രീ ആണ്. അപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റമാണ് കേട്ടോ ഇത്. ഒരു ചേട്ടനവിടെ ചാരി നിൽക്കുന്നില്ല, ഒരു ചെറിയ കട, അതിവിടുത്തെ ഇഡ്ഡലി കടയാണ് കേട്ടോ. വെളുപ്പിന് 4 മണിക്ക് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങും, കൂടെ ചെറിയ ചായയൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇവരുടെ വീടും ഉള്ളത്. അപ്പോൾ അടുത്ത ഗ്രാമത്തിൽ നിന്നൊക്കെ ആൾക്കാർ രാവിലെ ഇഡ്ഡലിയൊക്കെ വാങ്ങിക്കാൻ പറ്റും, രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ. രാത്രി ഇവിടെ മിക്കവാറും ആരും ചോറൊന്നും കഴിക്കാറില്ല, എപ്പോഴും എന്തെങ്കിലും ടിഫിൻ ഐറ്റംസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ആ കടയുണ്ടാവും. ഈ റോഡിൻ്റെ തന്നെ ഇടതുവശത്ത് മൊത്തം ഗൗണ്ടർ സമുദായത്തിൽപ്പെട്ട അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരെ താമസിക്കുന്നത്. റോഡിൻ്റെ വലതുവശത്ത് ഈ റോഡ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. ഒരു ഗ്രാമം ഒന്നും പറയാൻ പറ്റില്ല, ഒരു കൂട്ടം ആൾക്കാർ അടുത്തടുത്തടുത്ത് വീട് വെച്ചിട്ട് താമസിക്കുന്നുണ്ട്. അത്
നമ്മുടെ കോളേജിൻ്റെ ഉള്ളിലും വീട്ടിലൊക്കെ പണിക്ക് വരുന്നുണ്ട്. അവിടുത്തെ ആൾക്കാർ കോളേജിൽ ചെറിയ സ്വീപ്പർ വേല പണിക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞ ആൾക്കാരാണ് ആ സൈഡിൽ താമസിക്കുന്നത്. അവർ തമ്മിൽ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ ലിപിയില്ലാത്ത കന്നഡ ഭാഷ. അവർ പണ്ടെപ്പോഴോ കർണാടകത്തിൽ നിന്ന് കുടിയേറിയ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. നമ്മൾ ഈ റോഡിൽ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഇതൊക്കെ കൗണ്ടർമാരുടെ വീടാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ ഉള്ളൊരു 300 കുടുംബങ്ങളെങ്കിലും കാണും. കുറേ പേരൊക്കെ എനിക്കറിയാം കേട്ടോ നേരിട്ടിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ മക്കളൊക്കെ ചെറുതായിരുന്ന സമയത്ത് അവരെ നോക്കാൻ വേണ്ടി ഇവിടുന്ന് 2-3 ചേച്ചിമാരൊക്കെ വന്നിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും അവരുമായിട്ട് കോൺടാക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് അവരുടെ അടുത്തൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. എന്നാലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിനുള്ളിൽ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ചേച്ചിമാരൊക്കെ ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ടും ജോലിക്കൊക്കെ വരാതെ ലീവ് എടുക്കുമ്പോഴൊക്കെ സംസാരിക്കാനൊക്കെ ചെന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇപ്പം നമ്മളവിടെ കുറേ കുഞ്ഞു മക്കൾ കളിക്കുന്ന കണ്ടില്ലേ, അങ്ങനെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മൾ എൻട്രൻസ് കഴിയുമ്പം തന്നെ നമ്മുടെ പിന്നാലെ കൂടും. നമ്മൾ മുന്നിലും ഇവരൊരു കൂട്ടം കുട്ടികൾ പുറകിലുമായിട്ട് നമ്മളിങ്ങനെ ആഘോഷമായിട്ട് ആനയിച്ചിട്ടാണ് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിക്കുക. ആ ഒരു വരവ് കാണുമ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവും പുറത്തുനിന്ന് ആരോ വരുന്നുണ്ട്. നമുക്ക് തന്നെ ഇങ്ങനെ അയ്യേന്നായി പോകും. അത് പേടിച്ചിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മക്കളെയും കൊണ്ട് പോകാത്തത്. ക്യാമറയും കൂടി കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇത് എന്തിനാണ് എടുക്കുന്നതെന്നൊക്കെ വലിയ ആൾക്കാരൊക്കെ ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞു മടുക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പം അതിൻ്റെ അകത്തേക്ക് പോകണ്ട കേട്ടോ, പിന്നെ എപ്പോഴെങ്കിലും നോക്കട്ടെ. ഇനി നമുക്ക് ഈ വഴി കയറി നോക്കാം. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കട്ടുകളുണ്ട്, ഒത്തിരി വീടുകളുണ്ട്. കൗണ്ടർമാരാണ് ഇവിടെ ഉള്ളിൽ മാക്സിമം താമസിക്കുന്നത്. കുറേ വീടുകൾ വാടകയ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ പലചരക്ക് കടയാണ് കേട്ടോ ഇത്. ഗ്രാമത്തിന് വേണ്ടിയുള്ള ചെറിയ കട. ഇതുപോലത്തെ ഒരു 2-3 കട അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ തന്നെയുണ്ട്. വെള്ളത്തിന് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഇത്. ചില സമയത്ത് ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം വരാറുണ്ട്. ചില സമയത്ത് 2 ആഴ്ച 20 ദിവസമൊക്കെ പോയിട്ടുണ്ട് വെള്ളം വരാതെ. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ വെള്ളത്തിന് വേണ്ടിയിട്ട്. ഇവർക്കിപ്പോൾ അത് ശീലമായിരിക്കുന്നത് കൊണ്ട് വെള്ളം വരുന്ന ദിവസം മാക്സിമം അവർ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ഏരിയ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ വീട്ടിലും അവരവരുടേതായ പ്രൈവസി കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ക്യാമറ ഒത്തിരി അങ്ങോട്ട് തിരിച്ചിട്ട് അത് ഫുള്ളും എടുക്കാൻ പറ്റില്ല. മാക്സിമം പറ്റുന്ന പോലെ ആ ഒരു ഏരിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇവിടുത്തെയുള്ള ഈ വീടുകളൊക്കെ കാണുമ്പം നമ്മൾ നാട്ടിലെയൊക്കെ വീടുകൾ വെച്ചിരുന്നത് കമ്പയർ ചെയ്യല്ലോ കേട്ടോ. സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ താമസിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഏതോ ഒരു വീടാണ് ഇവിടുത്തെ MLAയുടെ വീട്. വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരധികം ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അതേപോലെ ഇപ്പം വീട്ടിലൊരു വിശേഷം വരികയാണ്, ഒരു കല്യാണമോ എന്തെങ്കിലും വരുവാണെങ്കിൽ ഉള്ള വീട് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിക്കും. ഒരു വെള്ള പെയിൻറ്റോ പച്ച പെയിൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പെയിൻ്റ് അടിച്ചിട്ട് മുറ്റത്ത് ചാണകവും മെഴുകി കോലവും വരയ്ക്കും. അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഈ വീട്ടിലെന്തോ വിശേഷം ഉണ്ടല്ലോ എന്ന്.
ഗ്രാമത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ മാക്സിമം വീടുകളുടെയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകണം. ഒരു അമ്പലമുണ്ട് കേട്ടോ, എട്ടിമട കോവിൽ, അവിടെയും കൂടി പോകണം. അപ്പോൾ അത് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നിട്ട് 1 കിലോമീറ്റർ ദൂരെയാണ് അമ്പലമുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ദോശമാവും കൂടി വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. 2 പാക്കറ്റിന് 50 രൂപ. ഇതാണ് ബേപ്പൂർ അമ്മൻ തിരുക്കോയിൽ. ഇതാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ അമ്പലം. ദേവീക്ഷേത്രമാണ് കേട്ടോ. അമ്മൻ എന്ന് പറയുന്നത് ദേവിയാണ്, ദേവീക്ഷേത്രമാണ്. ഇവിടെ ഇപ്പം വെള്ളിയാഴ്ചകളിലാണ് സാധാരണ പൂജയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഈ കടാവട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ ഈ ബലി കൊടുക്കില്ലേ ആടിനെയൊക്കെ, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് 3 വർഷത്തിലൊരിക്കലോ 4 വർഷത്തിലൊരിക്കലോ അങ്ങനെ എന്തോ ആണ്. അത് വലിയ ചടങ്ങാണ് ഇവിടെ. ഒരുപാട് ആൾക്കാരുണ്ടാവും. അതൊരു 200-300 ആടിനെയൊക്കെ ചില സമയത്ത് വെട്ടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ അമ്പലമാണിത്. ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ല, എന്നാലും നമുക്കൊന്ന് കയറി കണ്ടിട്ട് പോവാം, തൊഴുതിട്ടൊക്കെ പോവാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ. ഇന്നത്തെ വൈകുന്നേരം മൊത്തം നമ്മൾ ഗ്രാമത്തിലൂടെ ആയിരുന്നു. കുറച്ചധികം കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. ഇവിടെ അടുത്തൊരു ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ, ഒരു കോയിലുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ഈ ദൂരെ നിന്ന് കേൾക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.